ഹാ ഗൈസ്, ഇന്ന് ആദമിൻ്റെ അംഗനവാടിയിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഗാന്ധിജിയായിട്ട് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയതായിട്ടൊന്ന് റെഡിയാക്കുകയാണ്. അത്ര പെർഫെക്റ്റായിട്ടൊന്നുമല്ല കേട്ടോ റെഡിയാക്കുന്നത്. ജസ്റ്റ് മുണ്ട് ധോത്തിയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലയിൽ കൂടുതൽ ആളുകൾ പപ്പടമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ കുട്ടികൾക്കത് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവരതിന് സമ്മതിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന ഗ്ലൗസ് അങ്ങനത്തത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ പർദ്ദൊക്കെ ഇടുന്ന സമയത്ത് യൂസ് ചെയ്യണതായിരുന്നു. അപ്പോൾ അത് കൈ ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് തല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മീശയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഐബ്രോസ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുരികം ജസ്റ്റ് വരച്ചു. അതിൽ കുറച്ചൊരു വൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പൗഡറൊക്കെ ഇട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ. അവനക്ക് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. അവൻ നേരെ വെളുത്തേക്ക് തന്നെ എന്നെ ഗാന്ധിജിയാക്കി തായോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗാന്ധിജിയാക്കാൻ ഇതാ റെഡിയായി, ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ജസ്റ്റ് ഒരു തുണിയേറ്റ് ഇങ്ങനെ പൊതിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലെ തന്നെ ഞാനൊരു വടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊന്നുമില്ല, ജസ്റ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന വലിയവരൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെച്ച് കൊടുത്താൽ കുട്ടികൾക്കത് ലെൻസൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിങ്ങനെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 2 പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പറായിട്ട് ജസ്റ്റ് റൗണ്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒട്ടിച്ചെടുത്തിട്ട് ബാക്കിലൊരു കയറ് കെട്ടിക്കൊടുത്താൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കും. അങ്ങനെ ഊരിപ്പോരൊന്നുമില്ല. പിന്നെ ഇതാ ഇങ്ങനൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊതിച്ചു കൊടുത്തു. ജസ്റ്റ് ഞാൻ ഉള്ളിലൊരു ബനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഇടണമെന്നില്ല. ഞാൻ അവനക്ക് ഇനി അവൻ്റെ ശരീരമൊക്കെ കാണുമ്പോൾ അവനക്ക് മടി വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വടിയൊക്കെ സെറ്റാക്കി. ഇനി ഞാൻ അതാ ഒരു ചപ്പലും അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ചപ്പലുണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പുറത്തിറക്കിയിട്ട് ഇനി ഫോട്ടോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് നമുക്കറിയാമല്ലോ, അവർക്ക് ഫോട്ടോസ് എടുക്കാൻ നിൽക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. എന്നാലും ഓൾമോസ്റ്റ് സെറ്റാക്കി ഞങ്ങൾ അംഗനവാടിയിലെത്തി. എല്ലാവരും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും ഗാന്ധിജി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷമായി അതൊക്കെ. എന്നാലും എല്ലാവരും കൂടി അവനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നോക്കാൻ തുടങ്ങിയപ്പോൾ അവനക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ല രസമായിരുന്നു. ഞങ്ങളവിടെ മഴയുണ്ട്, ചെറുതായിട്ട് മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ദൂരേക്കൊന്നും പോയില്ല. ജസ്റ്റ് അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് ഒന്ന് നടന്നു, ഒരു ജാഥയായിട്ടൊന്ന് പോയി. കുട്ടികളെല്ലാവരും വേഗം കൊണ്ടുവന്നു. കാരണം അവിടെയൊക്കെ ചളിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മെമ്പറൊക്കെ വന്നിരുന്ന്, അപ്പോൾ അവരെ കൂടെയൊക്കെ നിന്നിട്ട് പതാക ഉയർത്തി ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതവനെ എല്ലാവരും അവനെ നോക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ലാസ്റ്റ് കുറച്ചൊക്കെ ശരിയായി. പായസമൊക്കെ കുടിച്ചു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചു.